മോന് സുഖല്ല. അപ്പൊ ഞാൻ ഈ നാട്ടിലുള്ളതല്ല. നിങ്ങളെ വീട് എവിടെ? എന്റെ വീട് പാലക്കാട് ജില്ല ചാലിശ്ശേരിയാണ്. ചാലിശ്ശേരി. ഇവിടെ എങ്ങനെ എത്തി? മോന്റെ പഠിപ്പിനായിട്ട്. ഓൻ ഡഫാണ്. കേൾവില്ല അല്ലേ? സംസാരമില്ല. ഡഫ് ആൻഡ് ഡംബ് ആണ് അല്ലേ? അപ്പൊ അവന്റെ പഠിപ്പിനായിട്ട് വന്നിട്ട് ഇവിടെ 4 വർഷമായി സ്റ്റേ ചെയ്യണം. മകനും വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു ഉമ്മയാണ്. ലൈഫ് മകനും വേണ്ടിയാണ്. അതാണ്, മോനും വേണ്ടിയുള്ള ഉമ്മയാണ്. എല്ലാവരും നമുക്ക് പൈസ കുറച്ച് വേണ്ടെന്ന് പറയല്ലേ. പിന്നെ ഒരു സംരംഭകനെ പരിചയപ്പെടുത്തി തരാട്ടോ. ഉമ്മയും മോളും നല്ലൊരു അടിപൊളി സ്ഥലത്താണ്. അകമ്പാടല്ലത്? അകമ്പാടം, മയിലാടി അല്ലേ? ആദ്യം ഈ കൊച്ചു മോളൂസിനെ പരിചയപ്പെടുത്താം. അസ്സലാമു അലൈക്കും. പേര് പറയും. ആലിയ. ഇതാരാ? ഉമ്മ. ഇവിടെ എന്താ കച്ചവടം? എന്തൊക്കെയുണ്ട്? പായസം, പുഡിങ്ങോ? ആണോ? നിനക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതാ? റംബുട്ടാന്റെ പായസം ഉണ്ടായിരുന്നാ? ആഹാ, റംബുട്ടാന്റെ പായസം. എന്താണ് നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഷംല. ഷംല. പിന്നെ 105 തരം പായസം എന്നാളെ ബോർഡുമേ? ഡെയിലി മെനു മാറും. 3 ഐറ്റംസ് പായസം ഉണ്ടാവും. അതുപോലെ 2 ഐറ്റംസ് പുഡിംഗ് ഉണ്ടാവും. 2 ഐറ്റംസ് കൂൾ പായസം, 1 ഐറ്റംസ് പുഡിംഗ്, അല്ല ചൂടുള്ള പായസം. ഇന്ന് റെഡി ആയിട്ടുള്ളത് എന്താ? ഇന്ന് റെഡി ആയിട്ടുള്ളത് കൂളില് മിക്സ്ഡ് ഫ്രൂട്ട് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ഹോട്ടില് ബദാം. ആണോ? പായസം തന്നെ. പായസം തന്നെ. അടിപൊളി. നിങ്ങള് അപ്പൊ ഒരു അടിപൊളി സംരംഭകയാണ്. എത്ര കാലമായി ഇവിടെ? ഇവിടെ ഇത് ഷോപ്പ് തുടങ്ങിയിട്ട് 1 വർഷം. 1 വർഷം. എന്താ സ്ഥിതി? കച്ചവടം? മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല, വലിയതില്ല. പക്ഷെ എന്നാലും മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലേ? എപ്പോഴും ഇങ്ങോട്ട് വരിക? അങ്ങോട്ട് 3:30 വന്നിട്ട് ഒരു 8:30 തിരിച്ചു പോകും. ആണല്ലേ? ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 വരെ. +2 ഏതായിരുന്നു? +2 കൊമേഴ്സാ? നല്ല വിഷയമാണല്ലോ. ഹയർ സ്റ്റഡീസ് ഒന്നും പിന്നെ നടന്നിട്ടില്ല. മകനെ എവിടെയാണ് പഠിക്കുന്നത്? ഇവിടെ വഹാബ് സാറുടെ ബഡ്സ് സ്കൂൾ ഉണ്ടല്ലോ. അവിടെ ഫീസ് ഉണ്ടോ? ഫീസ് ഇല്ല. ഫീസ് ഒന്നും ഇല്ലല്ലേ? വാപ്ക നമ്മളെ ആളാട്ടോ. ആളെങ്ങനെയുണ്ട് വാപ്ക? സൂപ്പർ അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ നേരം സംസാരിച്ച്. നമ്മളെ സുഹൃത്താണ്, നല്ല ബന്ധാ. അപ്പൊ ഇപ്പൊ എങ്ങനെ മോന്റെ സ്ഥിതി എന്താ? അവിടെ ആക്കിയതിനു ശേഷം സ്ഥിതി കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആണല്ലേ? അപ്പൊ ലൈഫ് അങ്ങനെ മാറി. ബാക്കി സാധനം എന്ത് ചെയ്യാ? അടുത്തുള്ള വീട്ടിക്കോ അങ്ങനെ സൗജന്യമായിട്ട് കൊടുക്കും. ഒരു ദിവസം ഇപ്പൊ നിന്നാലും ഇപ്പൊ എന്തെങ്കിലും ലാഭം കിട്ടുക? ലാഭം ഞങ്ങൾക്ക് എന്ന് പറയുന്നത്, ഞങ്ങള് ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോ വെറും 60 രൂപ ലാഭം വെച്ചിട്ടാണ് ഞങ്ങള് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ കണക്കൂട്ടിയപ്പോ ഞങ്ങൾക്ക് ഉള്ളത്. അപ്പൊ എന്നാ 60 മതി, ജീവിതം മുന്നോട്ട് പോണല്ലോ, അത് മതി എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. മാഷാ അല്ലാഹ് തുടക്കം തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. ക്വാണ്ടിറ്റിക്കും പോകുന്ന ആളുകൾക്കനുസരിച്ചാണ്. ആളുകൾ വരുന്നുണ്ട്, കുടിച്ചവർ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഡിമാൻഡിങ് പായസം ഏതാ? മിക്സ്ഡ് ഫ്രൂട്ട് ആണ് ഇപ്പൊ പോയോണ്ടിരിക്കുന്നത്. മിക്സ്ഡ് ഫ്രൂട്ട് ആണ്, അത് ഡെയിലി ഉണ്ടാവും. ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്. ഇത് മിക്സ്ഡ് ഫ്രൂട്ട് ആണ്. എന്താ ഇതിൽ എന്തൊക്കെയാണ്? അതിൽ ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നാച്ചുറൽ ഫ്രൂട്ട്സ്. നാച്ചുറൽ ഫ്രൂട്ട്സ്. ബിസ്മില്ലാ. സെറ്റാ? 40 രൂപ. 40 ഉള്ളൂ. നല്ല രസമുണ്ട്. ഇത് തണുപ്പ്, നല്ല തണുപ്പ്, നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ആംബിയൻസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ പായസം കുടിക്കുക ഭയങ്കര രസമാവും. അടിപൊളിയാ. എന്താ സ്ഥിതി? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഇതേതാ? അത് ബദാം ചൂടാണല്ലേ? ഹോട്ട് പായസം, മിക്സ്ഡ് ഫ്രൂട്ട് കഴിച്ചു. ബദാം ഇഷ്ടം? ബിസ്മില്ലാ. നല്ല ടേസ്റ്റ് ഉണ്ട്. 2 രസമുണ്ട്. പക്ഷെ ഇത് ചൂടിന്റെ ഒരു പായസത്തിന്റെ ഫീൽ വരുന്നുണ്ട്. മറ്റൊരു ഫലൂഡ അങ്ങനത്തെ ടൈപ്പാ. കക്കാടംപോയിലൊക്കെ പോകുന്ന ആൾക്കാർ ഷംലയുടെ അടുത്തൊക്കെ ഒന്ന് നിർത്തട്ടോ. അവരുടെ ഫാമിലി ലൈഫൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങളാണ് ഫാമിലി സപ്പോർട്ട് ചെയ്യണത്? ഇതേതാ സാധനം? ബ്ലൂബെറി. ഫൈസിന് അത് ബ്ലൂബെറി. എന്താ ഐറ്റംസ്? പിടിച്ചു നോക്കല്ലേ? ബിസ്മില്ലാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിടിച്ചൂട്. അപ്പൊ ഏതായാലും ഷംലയെ സഹായിക്കുക. 105 പരം വെറൈറ്റി കൂളാണ് ഹോട്ട് പായസം. ട്രെൻഡി കീർ എന്നാണ്. വെറൈറ്റി പായസങ്ങൾ, ട്രെൻഡി ആയിട്ടുള്ള പായസങ്ങൾ ആയിക്കോട്ടെ. അപ്പൊ എത്ര പൈസ വേണ്ട? അതെന്തുകൊണ്ടാ പൈസ വേണ്ടെന്ന് പറഞ്ഞു?
നമുക്ക് വേണ്ടിട്ട് ഒരു ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യണല്ലേ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാരും നമുക്ക് പൈസ കുറച്ച് വേണ്ടെന്ന് പറയല്ലേ. ചേഞ്ച് ജിപേ ഉണ്ടോ? ജിപേ ഉണ്ടോ? ജീപ്പല്ല എന്ത് ചെയ്യാ? 500 ചേഞ്ച് ഇല്ല. ജീപ്പാണ് ആളുകൾ ഫുള്ള് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, സാരില്ല. പിന്നെ പായസത്തിന് എത്ര? 120. ഇതൊക്കെ ഒരു ചോക്ലേറ്റ് നിങ്ങൾ മേടിച്ചു കൊടുക്കണ്ടോ? അല്ലെ ഞാൻ പോയി മേടിച്ചു കൊടുക്കുന്നത്? ഞാൻ കൊടുന്നു തരണ വേണാ? ഉമ്മ മേടിച്ചു തരല്ലേ? ഇതൊക്കെ നല്ലൊരു മിഠായി മേടിക്കാം ഇൻഷാ അല്ലാ. അവിടെ നോക്കട്ടാ. അപ്പോൾ അവരെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. ഏതാ പേജ്? ഒന്ന് ഫോളോ ചെയ്യാം. പാർട്ടി ഓർഡറൊക്കെ എടുക്കും. ഓക്കെ, 20K ഉഷാറാവട്ടെ.